Hello friends, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ബാത്റൂമിന്റെ അകത്ത് 4 ഇഞ്ച് ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് നമ്മുടെ മെഷർമെന്റ് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിന്റെ ലെവൽ കാര്യങ്ങൾ അതായത് ഭിത്തിയിൽ നിന്നുള്ള അകലം കാര്യങ്ങളൊക്കെ മാറി പോകാറുണ്ട്. അത് എന്തുകൊണ്ടാണ് മാറി പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യുന്ന പൈപ്പ് നമ്മൾ കോൺക്രീറ്റിന് വേണ്ടി അതായത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നേ നമ്മൾ ഈ പൈപ്പുകൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചിടണം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ മൊത്തം കോൺക്രീറ്റിംഗ് അല്ല, നമ്മൾ ട്രാപ്പിൻ്റെ ഏരിയ അതുപോലെ തന്നെ അല്ലാതെ വരുന്ന പൈപ്പുകളെല്ലാം സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ പോകാത്ത രീതിയിൽ ഈ കാണുന്ന ലെവൽ കണ്ടോ, ഈ ലെവലിൽ താഴേക്ക് മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിടാൻ പാടുള്ളൂ. ആ ട്രാപ്പിൻ്റെ ഏരിയ കുറച്ച് ഇളകാത്ത രീതിയിൽ അതിന് താഴേക്ക് നമുക്ക് ആ പറയുന്ന ട്രാപ്പിൻ്റെ ആ പറയുന്ന ലെവലിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്ത് ട്രാപ്പ് കാര്യങ്ങൾ ഉറപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പ് ഈ പറയുന്ന ലെവൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ 1.5 ഇഞ്ച് പൈപ്പ് വാഷ് ബേസിനിൽ നിന്ന് പോകുന്ന അത്രയും ലെങ്ത്ത് വരുന്ന പൈപ്പാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഉറപ്പിച്ച് കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇത്രയും താഴ്ത്തി നമ്മൾ ബാത്റൂം ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രയും തന്നെ അതായത് ഇതിൽ നിന്നും ഈ ലെവലിൽ തന്നെ കോൺക്രീറ്റിങ്ങും അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ടൈലിൻ്റെ ഫിനിഷിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈല് ഒട്ടിക്കുന്ന സമയത്താണെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പൈപ്പുകൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ പൈപ്പുകൾ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അവർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മേസന്മാർ അവർ ആരെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഭിത്തിക്കനം അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോസറ്റിൻ്റെ ചിലപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും ഭിത്തിയിൽ നിന്നും വാളിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന ലെങ്ത്ത് വരുന്നത് വാളിൽ നിന്നും വരുന്ന ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് വരുന്ന മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പൈപ്പ് കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കണം. ഒരിക്കലും സാഡിൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം വേറെ മുകളിലത്തെ ബാത്റൂം ആണെങ്കിൽ സാഡിൽ ചെയ്യരുത്. കാരണം ഡ്രില്ല് ചെയ്തിട്ട് സാഡിൽ ചെയ്ത് ഉറപ്പിക്കരുത്. കാരണം ആ ഡ്രില്ല് ചെയ്ത സ്ഥലത്തൂടെ ഭാവിയിൽ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രില്ല് ചെയ്യാൻ നിൽക്കരുത്. ഡ്രില്ല് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഈ പറയുന്ന പൈപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഭിത്തിയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റിംഗ് ഇട്ട് ടൈറ്റ് ചെയ്ത് മൊത്തമല്ല അതായത് പൈപ്പ് ഇളകാത്ത രീതിയിൽ മെഷർമെൻറ്റ് പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ട്രാപ്പും അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുക. ഇത്രയും ചെയ്ത് പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന 1.5 ഇഞ്ച് പൈപ്പ് നിങ്ങൾ പോയതിന് കാണാൻ സാധിക്കും. കണ്ടോ, 1.5 ഇഞ്ച് പൈപ്പ് അത്യാവശ്യം ലെങ്ത്തിലാണ് വാഷ് ബേസിന് വന്നിരിക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചവിട്ടോ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ വാഷ് ബേസിൽ വെള്ളം കെട്ടിക്കിടക്കും. അതും ഇതുപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് കല്ല് കട്ട വെച്ചിട്ട് ശേഷം അതായത് അതിൻ്റെ അടിയിൽ പാക്ക് ചെയ്ത് അത് വെച്ചതിന് ശേഷം പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കോൺക്രീറ്റും കാര്യങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മെയ്സിന് കാര്യങ്ങൾ ഫുൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൽ ലെവൽ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ക്ലോസറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഭിത്തിയോട് കൂടുതൽ അടുത്ത് കിടക്കും, അതല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറി കിടക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ കോൺക്രീറ്റിങ്ങിന് വിട്ടുകൊടുക്കാവൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first day.